നായകനും നായികയും നമ്മളെ കുറച്ച് റൊമാൻസ് സീൻസ് ഉണ്ട്. നായിക 4 മണിക്ക് കുളിക്കാൻ പോകും. എന്നിട്ട് നായിക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നായികയുടെ കുളിസീൻ കാണാൻ പോണ നായകൻ പോയിട്ട് പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോൾ, ഞാൻ ജനിച്ചു തന്നെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ഫടികത്തിലെ തിലകനാണ് എന്റെ മുത്തച്ഛൻ, മാത്സ് പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നായകൻ പറയും എന്നാ ഞാൻ നിന്റെ പിന്നാലെ വരുന്നില്ല. അത് പാടില്ലാത്തത്, നീ എന്റെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കണം, എന്നാലും ഞാൻ നോയെ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സൈക്കോ ആയിട്ടുള്ള നായിക. വെട്രിമാരന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വിടുതലൈ പാർട്ട് 2 അല്ല, ഇത് വെട്രിമാരൻ പ്രസൻസ് സാർ. യെസ് സാർ, നോ സാർ, ആ സാർ അല്ല, ഇത് വിമൽ നായകനായിട്ടുള്ള സാറ് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ്. വെട്രിമാരൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് 100 പടം എടുത്തു വെക്കും. മാരി സെൽവരാജ് ഒരു 100 പടം എടുത്തു വെക്കും. ഇവരൊരു 100-200 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ട് മടുത്തടേ സെയിം ഒരു 10 ലക്ഷം പടങ്ങളിൽ വന്ന സെയിം കഥയാണ് ഈ സിനിമയിലുള്ളത്. ഒരു ഗ്രാമത്തില് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്, അതിന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എങ്ങനെ ബാധിക്കുന്നു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് നടന്നു പോകാൻ വേണ്ടിയിട്ട് വഴിയില്ല, അതുകൊണ്ട് സ്കൂള് പൊളിക്കണം എന്നൊക്കെ പറയുന്നു. ഇത് കണ്ടിട്ടുള്ള വാദ്യാര് പോയിട്ട് ആരെയൊക്കെ തല വെട്ടിയിട്ടൊക്കെ വരുന്ന സിനിമയാണിത്. സോ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറയേണ്ട പടം തന്നെയാണ് മാണിക്കക്കല്ല് സിനിമ. അതിൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് പറയേണ്ട കാര്യങ്ങൾ വന്നു വൃത്തിയായി പറഞ്ഞു. ഒരു ഫീൽ ഗുഡ് വയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെയും പടം എടുക്കുക. ഈ തലവെട്ടലും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കണ്ട് മടുത്തരേ. എന്താ ഈ തമിഴ് സിനിമയിൽ ഇതൊന്നും ഇല്ലാതെ പടം ഇറക്കാൻ പറ്റില്ല അല്ല, അറിയാണ്ട് ചോദിക്കാം. ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് വന്ന നായകനും നായികയും നമ്മളെ കുറച്ച് റൊമാൻസ് സീൻസ് ഉണ്ട്. നായിക 4 മണിക്ക് കുളിക്കാൻ പോകും. എന്നിട്ട് നായിക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നായികയുടെ കുളിസീൻ കാണാൻ പോണ നായകൻ പോയിട്ട് പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോൾ, ഞാൻ ജനിച്ചു തന്നെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ഫടികത്തിലെ തിലകനാണ് എന്റെ മുത്തച്ഛൻ, മാത്സ് പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നായകൻ പറയും എന്നാ ഞാൻ നിന്റെ പിന്നാലെ വരുന്നില്ല. അത് പാടില്ലാത്തത്, നീ എന്റെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കണം, എന്നാലും ഞാൻ നോയെ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സൈക്കോ ആയിട്ടുള്ള നായിക. ഇല്ല വിമൽ പറഞ്ഞ ആളില്ല, ആ ആക്ടർ എനിക്ക് ബേസിക്കലി അത്ര ഇഷ്ടമുള്ള ആക്ടർ ഒന്നും. ആള് ഭയങ്കര കോമാളിത്തരങ്ങളാണ് പല സിനിമയിലും കണ്ടിട്ടുള്ളത്. വിലങ്ങ് പറഞ്ഞിട്ട് സീരീസ് ഉണ്ട്, അത് ആളുടെ അടിപൊളി തന്നെയാണ്. അങ്ങനത്തെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഈ മറ്റേ വെട്രിമാരൻ തന്നെ പ്രസന്റ് ചെയ്ത വേറൊരു പടമാണ് ഗരുഡൻ. അതിൽ മറ്റേ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരു ഫൈറ്റില് നമ്മുടെ സൂരി ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഇത് കാണിക്കില്ല, ദൈവം കയറിയ പോലെ, അതൊക്കെ ഈ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കോമാളിത്തരം പോലെയാണ് ബേസിക്കലി തോന്നുന്നത്. ഇതിൽ നമ്മുടെ നായകന്റെ അച്ഛനും ഇതേപോലെ വാദ്യാരാണ്. അയാൾ പറഞ്ഞു കൊടുക്കണം മകന് വേറെ ഒരു പെണ്ണിനെ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് വാദ്യാരാണ് വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണം, വെള്ളയും ഇട്ടിട്ട് പോകണം, ഇങ്ങനെ പ്രേമിക്കാനോ നിൽക്കാൻ പാടില്ല. ഈ പറയുന്ന ആൾക്ക് ഒരു ഭാര്യയും അതേപോലത്തെ ഒരു കൊച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ പഠിച്ചതും ബാക്കിയുള്ളവർ പഠിക്കാത്തതും തമ്മിൽ വ്യത്യാസം എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ഒരു പടം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ.